അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നലെ അങ്ങനെ വെയിറ്റൊക്കെ കണ്ടപ്പോൾ അധികം ഒരുപാടൊന്നും കഴിച്ചില്ല, എന്നാലും ജസ്റ്റ് കുറച്ചൊരു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാനൊരു സമയമൊക്കെ കറക്റ്റ് നോക്കണത്. ഒരു 10 മണി തൊട്ട് 6 മണിയുടെ ഉള്ളിലായിട്ട്, അത് 10 മണിക്ക് ശേഷം തുടങ്ങുക ഫുഡ് കഴിക്കാൻ. ഒരു 6 മണിയുടെ ഉള്ളിലായിട്ട് നിർത്തപ്പോൾ ഒരു 10:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതും മദ്രസൊക്കെ വിട്ട് വന്നിട്ട് അവൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് എല്ലാ പരിപാടികൾ കഴിഞ്ഞ് ഒരു 10:30 ആയിട്ടുണ്ട് ഞാൻ കുടിക്കുക. 10 മണിക്ക് ശേഷം ഒരു 10:15 ആകുമ്പോൾ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ 10:30 ആയതാണ് കേട്ടോ. അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ ഇട്ടിങ്ങനെ കണ്ട് പിന്നെ എന്താ പറയുക കാണാണ്, ചായ കുടിക്കുകയാണ് ഞാൻ. ഈ ഒരു ചായ കുടിച്ച് വേറെ ഒന്നും ഞാൻ ഇപ്പോൾ ഒഴുകുന്നില്ല. എനിക്ക് ഇത്രയും ടൈം നമ്മൾ ഒരു 10:30 ആകുമ്പോൾ നമുക്ക് നല്ല കുറേ എൻ്റെ ഒരുവിധ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുകളിൽ പോയി സ്റ്റിച്ച് ചെയ്യലും പിന്നെ മുൻഭാഗമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചു, പിന്നെ മുൻഭാഗത്തെ മുറ്റൊന്ന് അടിച്ചു വാരി, പിന്നെ കിച്ചണിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ മാത്രം കേട്ടോ അപ്പോൾ എടുത്തത്, വേറെ ഒന്നും എനിക്ക് കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം, 2 ദിവസം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടായാൽ മതി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കാണുകയാണെങ്കിൽ അത് മുന്നോട്ട് അതേപോലെ തന്നെ തുടർന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. കഴിയുന്നതും ഞാൻ എന്താ പറയുക അരിഭക്ഷണം കഴിക്കാതെയും നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് പോകാമെന്നറിയില്ല. ഇപ്പോൾ എൻ്റെ സമയം എന്ന് പറയുന്നത് 10 മണി ടു 6 മണിയൊക്കെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണത്. അതൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് പോയാൽ മതിയെന്നല്ലേ. പിന്നെ ഞാൻ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാട്ടോ ഇവിടെ ഹാളിൽ ഭയങ്കര പാട്ടും ബഹളമൊക്കെ. അപ്പം ഞങ്ങളെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വരുന്നുണ്ട് കേട്ടോ. 16 17 ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാവരും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഞങ്ങളെ ഫാമിലിയും എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് കൂടാണ് കേട്ടോ. കുറേ ആയി അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഈ കൊല്ലം എല്ലാവരും ഇങ്ങോട്ട് മക്കളൊക്കെ പേരക്കുട്ടികളൊക്കെ ഒരുങ്ങി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം അന്ന് കുറേ കലാപരിപാടികളൊക്കെ എന്താ ചെയ്യുക. അപ്പം ഇതും ഡാൻസൊക്കെ അടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഓക്ക് പിന്നെ എന്താ പറയുക കുറച്ച് ഒരു 1-2 പാട്ടും പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫോണിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് അതിൽ നോക്കി ഇങ്ങനെ കാണാതെ പഠിക്കുകയാണ് കേട്ടോ. ഓളൊപ്പിച്ച് അവിടെ ഇരുന്നാണ്ട് അങ്ങനെ അതും ഓള് കാട്ടണമൊക്കെ ഇങ്ങനെ നോക്കിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇതുപോലെയൊക്കെ കളിച്ചാൽ മതിയെന്നു ആ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ അതിൽ കളിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ആ കലാപരിപാടികൾ അവിടെ നടക്കട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പണികളുണ്ട്, കിച്ചണിൽ ഒരുപാട് പണികൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചേറെ ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരുന്നതുകൊണ്ട് തന്നെ സമയം വൈകിയിട്ടുണ്ട്. രാവിലെ എന്നതാ നല്ല മത്തിക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ ദിവസമായി മീനൊന്ന് കണ്ടിട്ട്. നമ്മളിവിടെ കാര്യമായിട്ട് അറിയാമല്ലോ, വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ചിക്കൻ ബീഫ് ഈ ഒരു സംഭവങ്ങളാണ് കൂടുതൽ. അപ്പോൾ ഇതിൽ കൂടെ മീൻ വന്ന് ഇങ്ങനെ കൂക്കുമല്ലോ, വെച്ചുണ്ടാക്കുമല്ലോ, മീനിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ കൂവലൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആ ഒരു കൂക്കൽ കേട്ടപ്പോൾ എന്താ മീൻ നോക്കിയാൽ മത്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വാങ്ങിക്കൊള്ളി, നമ്മളതിലുള്ളൂ, കുറച്ചൊന്ന് വാങ്ങി നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ വാങ്ങിയെന്ന് തോന്നുന്നു. ഉണ്ടാക്കി നോക്കിയാൽ എന്താ പറയുക നല്ല നാടൻ മത്തിയായിട്ട്. നമ്മൾ ഈ മത്തി ഉണ്ടാക്കുമ്പോൾ നല്ലതല്ല എന്നുണ്ടെങ്കിലും എന്തോ പോലെയാണല്ലോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ആയാലും ചെറിയ മീനല്ലേ, അപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് കുറച്ച് വാങ്ങിയാൽ മതിയെന്നും പറഞ്ഞു. പക്ഷേ വെച്ചപ്പോഴാണ് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് സങ്കടമായി, കുറച്ചും കൂടി കൂടുതൽ വാങ്ങിയെന്നു എന്നൊക്കെ തോന്നി. ഏതായാലും ഞാനത് ഇപ്പോൾ സമയം ഒരു ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഫോൺ ഇരുന്നിടാം. എനിക്കങ്ങനെ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ കാണാമെന്ന് പറയുന്നത്, സിനിമ ഒക്കെ കാണാറുണ്ട്, എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു സിനിമയൊക്കെ കാണാറുണ്ട് കേട്ടോ. ഒരു ഗ്യാപ്പ് ഇട്ടുന്ന സമയത്തൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒരു സിനിമയൊക്കെ ഇരുന്ന് കാണും. എൻ്റെ നിജവുമൊക്കെ പറയും, ഈ താത്ത എപ്പോഴാണ് ഇതൊക്കെ കാണൽ, ഒക്കെ 2 യൂട്യൂബ് ചാനലും കുട്ടികളെ നോക്കലും പണികളും തിരക്കും എഡിറ്റിങ്ങും വീഡിയോസും ഒക്കെ കൂടെ അതിൻ്റെ ഇടയിൽ എപ്പോഴാണ് സിനിമ കാണലെന്നൊക്കെ ചോദിക്കും. ഞങ്ങളെല്ലാവരും കൂടി മഞ്ചേരിയിൽ എത്തുമ്പോഴേ ഏതെങ്കിലും സിനിമ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഹോട്ട്സ്റ്റാറിലോ എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ അതിടാലോ, ഈ സിനിമ ഇട്ടാലോ ആ സിനിമ ഇട്ടാലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം അത് ഞാൻ കണ്ടതാണ്, ഇത് ഞാൻ കണ്ടതാണ്. അപ്പോൾ പറയും എപ്പോഴാണ് ഇതൊക്കെ കാണലെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്കറിയെങ്കിൽ ഞാൻ അടുക്കളയിൽ കണ്ടപ്പോൾ എൻ്റെ അവിടെ ഫോൺ കണ്ടോ, ഞാനൊരു ഹെഡ്സെറ്റും വെച്ചിട്ട്. അപ്പം ഈ ഒരു സംഗതിക്കായിട്ട് എനിക്ക് ഹെഡ്സെറ്റ് കൂടുതൽ ആവശ്യം. ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ക്ലാസ് കേട്ടുകൊണ്ട് നിൽക്കും, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ വാർത്തയൊന്നും കേൾക്കില്ല കേട്ടോ. അങ്ങനെയുള്ള നല്ല സ്വഭാവമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ നല്ല സിനിമ പാട്ട്, കുറച്ചൊക്കെ മുമ്പത്തെ നല്ല മലയാള പാട്ടുകൾ ഉണ്ടാവില്ല, അതൊക്കെ ഇട്ടേച്ച് ജസ്റ്റ് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ റിലാക്സോടുകൂടി ജോലി ചെയ്യണതാണ് എൻ്റെ. അപ്പോൾ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണം. ഇന്നിപ്പോൾ അതേപോലെ ഏതോ ഒരു സിനിമ ഇട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും കേട്ടോ. അതോടെ വർക്ക് ചെയ്യണത് നിങ്ങൾ
കാണുന്നുണ്ടാവും. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇട്ട് വെച്ച് അത് കണ്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒറ്റക്കാണ് അടുക്കളയിൽ എന്നുള്ള ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, ചില്ലായിട്ട് ഇങ്ങനെ പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതാ നമ്മൾ മീൻകറി ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കുറേ ദിവസം ആയതുകൊണ്ട് തന്നെ മീൻകറി ഉണ്ടാക്കാൻ എനിക്ക് വല്ലാത്തൊരു ത്രില്ലായിരുന്നു കേട്ടോ. എന്താ എൻ്റെ കെട്ടിയോ പറഞ്ഞു, ഈ പൊരിച്ചാളാ ചിലപ്പോൾ നല്ലതാവുമോ എന്നറിയില്ലല്ലോ, മീൻകറി ഉണ്ടാക്കിയാൽ ചിലപ്പം നന്നാവുമോ എന്നറിയാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു വറുത്താളാ അതാ നല്ലത് പറഞ്ഞു. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ഒന്ന് വറ്റിച്ചൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ച് കൂട്ടാനായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലേശം എടുത്ത് മുളക് ഇട്ടിട്ട് എന്നാൽ എന്ത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ലേശമല്ല ഫുള്ളായിട്ട്, കാരണം 2 ഭാഗമാക്കാനൊന്നും ഇല്ല, കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഒക്കെ കൂടെ മുളകിടാന്ന് കരുതി. അപ്പോൾ ആദ്യം ഞാനിതാ പിന്നെ ഉള്ളി ജസ്റ്റ് ഉലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഉള്ളി വാട്ടാനിട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി കേട്ടോ കൂടുതൽ എടുത്തത്, ചെറിയ ഉള്ളിയും കുറച്ച് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വാടി വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളി ഇട്ട് കൊടുത്ത് അതാ വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ സിനിമയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് കഥയുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഹെഡ്സെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതവിടെ വർക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവില്ല. അപ്പോൾ ഇതിലുള്ള ആ ഒരു ഗുണം അതാണ് കേട്ടോ. അങ്ങനെ പുളി ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇത്തിരി. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഫിഷ് മസാല, ഇപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ടെടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ എന്താ പറയുക അതിൻ്റെ ഒരു മുളകിട്ട വെള്ളം കൂട്ടാമെന്ന് മാത്രം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക അടിപൊളി ടേസ്റ്റിന് സാധാ മീൻകറിയോ മീനോ ഇഷ്ടമില്ലാത്ത ഇതും വരെ ഇന്ന് നല്ല അടിപൊളിയായിട്ട് മീനും അതും മത്തി കണ്ണെടുത്താൽ കണ്ടുകൂടാ കേട്ടോ. ഒക്കെ വേറെ ഏതേ കഷ്ണ മീൻ അല്ലെങ്കിൽ അയല മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുക. മത്തി എന്ന് പറയുമ്പോൾ അത് മുള്ളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക മീൻകറിയൊക്കെ കൂട്ടി. ഇനി ഞാൻ ഗോതമ്പ് ദോശ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗോതമ്പ് ദോശയുണ്ട്. പിന്നെ രാവിലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ ഞാൻ പെട്ടെന്ന് മുകളിൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോയതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ ഒരു 9 മണിയൊക്കെ ആവും. പിന്നെ ഇതും വരുമല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഷടപടേ പണിയായിരിക്കും അവിടെ. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, കാരണം ഈ ഒരു ഫോണിൽ തന്നെയാണ് എല്ലാ പരിപാടിയൊക്കെ എന്താ പറയുക നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കണ്ടേ, അതും എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന്. അപ്പം ഞാൻ മോളൂന് 1-2 ശീലൊക്കെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്, മോളൂന് ഇനിയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഓരോന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കാമല്ലോ എന്ന് കരുതി. പിന്നെ എൻ്റെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്ന ശീലം ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യാത്തതുകൊണ്ട് ഉമ്മ അങ്ങ് പറയും ഞാൻ എടുത്തുന്നത് മാത്രം ഇട്ടിട്ടില്ല, അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിട്ട് നമ്മളെ ഈ ഒരു ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ അതിടാന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അത് തയ്ക്കണം, അതിൻ്റെ വീഡിയോസും എടുക്കണം. അപ്പോൾ തയ്ക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ വരെ ബുദ്ധിമുട്ടാട്ടോ, കാരണം നമ്മൾ സ്റ്റിച്ചിങ് ചാനൽ ഉണ്ടായിക്കൊണ്ട് എന്നിട്ട് തന്നെ എഡിറ്റ് ചെയ്തിടാൻ കഴിയുന്നില്ല. അപ്പോൾ ഓൾറെഡി 2 വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിട്ടാലല്ലേ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്നും കഴിഞ്ഞിട്ടില്ല, ഒക്കെ കൂടെ എല്ലാം കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിനിമ കാണലും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഫോണിൽ സിനിമ ഇട്ട് വെക്കണതായിരിക്കും കേട്ടോ. പക്ഷേ അത് കഴിയൂലല്ലോ, നമുക്ക് അത്രയും 2.5 മണിക്കൂറല്ലേ സിനിമ ഉണ്ടാവുക. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാലും കഴിയൂല. പിന്നെ എന്ത് ചെയ്യും, ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് അങ്ങനെ ബാക്കി ഫുള്ളാക്കും. ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികളായിട്ട് എൻ്റെ പരിപാടികൾ. അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതാ നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് മുകളിലേക്ക് ഞാനിതാ ഫിഷ് മസാല എല്ലാം വെന്തതിന് ശേഷം ഫിഷ് മസാല ഇച്ചിരി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇങ്ങനെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ലേശം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില ആദ്യം ഞാൻ ഇട്ട് കൊടുത്തു തോന്നുന്നു, ഇനി ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാ കറിവേപ്പില വന്നിട്ടുണ്ട്, ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ, അത് എടുത്ത് കൊണ്ടുവന്ന് അതും ഇച്ചിരി ഇങ്ങനെ മുകളിൽ ഇട്ടെടുത്തു. പിന്നെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണയും കൂടി പാർന്നതോടുകൂടി മീൻകറി അടിപൊളിയാക്കിയതാണ്ടോ ലാസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ അത് അവിടെ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതും മുകളിൽ പാർന്ന് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി അതവിടെ കിടക്കട്ടെ, കഴിക്കാൻ നേരം കെട്ട് തുറന്നിട്ട് കഴിക്കാമെന്ന് കരുതി അങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഐറൂസിന് വാങ്ങിയ മത്തനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു പച്ചക്കറിയൊക്കെ കഴിച്ചിട്ട് കുറേ ദിവസമായി. ഡയറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഇത്തിരി എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾ കഴിക്കണമല്ലോ. അപ്പോൾ മത്തനാണ്, പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മത്തനൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്ന് കരുതി. ഇതിനെ കെട്ടിയവന് മത്തൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് എനിക്ക് മാത്രമാണ്, ഇതുമൂന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി എടുത്ത് ഉണ്ടാക്കണുള്ളൂ, ഇതായി കാണുന്നത് തന്നെ ഉണ്ടാക്കണുള്ളൂ. അതന്നെ ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ല. വൈകുന്നേരം കഴിക്കാമെന്ന് എടുത്ത് ചോദിച്ചാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ നടന്നതായതുകൊണ്ട് നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ദോശ പാർന്നു. രാവിലെ പിന്നെ കലക്കി പാർന്ന അപ്പം, നമ്മൾ പൊടി കലക്കി പാർന്ന അപ്പമായിരുന്നു, അതും ഉണ്ട്.
ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായി ഗോതമ്പ് ദോശയൊക്കെ ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു. പിന്നെ മീൻകറി ചട്ടിയോട് കൂടി തന്നെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുമൂന്ന് കൂട്ടാന്ന് കരുതിയിട്ട് ചിക്കൻ കറി ഞാൻ കുറച്ച് ചൂടാക്കി നന്നായിട്ട് ചൂടാക്കി വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒക്കെ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മത്തം ഓൽക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഒരു ദോശയും ഗോതമ്പ് ദോശയും പിന്നെ മീൻകറി ചിക്കൻ കറി കഴിക്കണം. പക്ഷേ ഇതും ഉണ്ടല്ലോ കഴിച്ച് നോക്കുമ്പോൾ ചിക്കൻ കറിയൊക്കെ ടേസ്റ്റ് മീൻ കറിയാണെന്ന് പറഞ്ഞിട്ട് ഇതും മീൻ കറിയായിട്ടോ കൂടുതൽ കൂട്ടി. ഞാനിതാ ഒരു കുഞ്ഞ് ഗോതമ്പ് ദോശ എടുത്തിട്ടുണ്ട്. പിന്നെ സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. ഒക്കെ മേശമ്മൽ കൊണ്ടുപോയി വെച്ച് കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1:30 ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നത്. 10 മണിക്ക് നമ്മൾ ചായ കുടിച്ചിട്ട് ഞാൻ ഒന്നും അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെയിറ്റ് കുറയാത്തതുകൊണ്ട് ഇങ്ങനെ ഫുഡ് നമുക്ക് അങ്ങനെ വല്ലാതെ ഇങ്ങനെ എന്തോ ഒരു പേടി ഇങ്ങനെ മനസ്സിൽ കിട്ടോ, എന്താ വെയിറ്റ് അങ്ങോട്ട് കുറയാത്ത ഒരു സങ്കടവും ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ അങ്ങനെ ഓലൊക്കെ അങ്ങ് വെയിറ്റ് ഇടുന്നുണ്ട്. ഓല് കീറ്റോടായിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറയണമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്, ഞാൻ എന്താ കുറയാത്തതെന്നുള്ള എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ശരിക്കും എനിക്ക് പീരീഡ്സ് ആവേണ്ട ഡേറ്റ് ഒരു 5, 6 ആ ഒരു തീയതിയാണ്. അപ്പോൾ ഇതുവരെ ആയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണോ എന്ന് അറിയില്ല, ചിലപ്പോൾ അതായിരിക്കും. നമുക്ക് പീരീഡ്സ് ആവാൻ സമയത്ത് ഒരു വയറ് കൂടലും വെയിറ്റ് ഇതൊക്കെയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം കേട്ടോ. ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം, 2 ദിവസം കൂടി ഞാനൊന്ന് നോക്കാം എനിക്ക് വേണ്ട. പിന്നെ എന്നോട് കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേഗം വെയിറ്റ് കുറച്ച് ഞാൻ പിന്നാലെ വരുന്നുണ്ട്. എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഈ പറഞ്ഞതൊക്കെ. അപ്പം അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടി മോട്ടിവേഷൻ ആയിട്ടോ. ഞാൻ എന്നാൽ കുറച്ചിട്ടൊരു കാര്യം എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ഒരു ദോശ അതൊക്കെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു 4 മണിയൊക്കെ ആയപ്പോൾ, ഒരു 4 മണി ആയിട്ടില്ല, ഒരു 3:30 ആയപ്പം ഇതുമൂൻ്റെ അടുത്ത് 10 രൂപ കൊടുത്തു വെച്ച് 10 രൂപക്ക് മാത്രം ഞാനൊരു കുച്ചിരി കടല കൊണ്ട് വെച്ചിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കടലയാകുമ്പോൾ നമുക്ക് അത്ര ഇത് വരില്ലല്ലോ, ബേക്കറി ഒന്നും വാങ്ങി കഴിക്കണ്ടല്ലോ എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാനുള്ള ഒരു ത്വര അത് നമുക്ക് വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ വായിലിട്ട് ഇങ്ങനെ ചമഞ്ഞു. അപ്പോൾ ഈ നേരമൊക്കെയാണ്, കാരണം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടന്ന് എന്തെങ്കിലുമൊക്കെ സിനിമയോ ഫോണൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഒരു കഴിക്കാൻ തോന്നുക. നമ്മൾ ജോലിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഫുഡിനോട് ഒരു ഇതുണ്ടാവില്ലല്ലോ. വെറുതെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ ലേശ കടല കൊണ്ട് 10 രൂപക്കാണ് കൊണ്ടുവച്ചു. എന്നാൽ പിന്നെ അതല്ലേ കഴിക്കുള്ളൂ, ഒരുപാട് കണ്ടാൽ അത് ഫുള്ളായിട്ട് ഞാൻ തന്നെ തീർക്കും. അങ്ങനെ അത് കഴിച്ച് പിന്നെ ഒരു 4:30 പിന്നെ വൈകുന്നേരത്തെ എൻ്റെ ഡ്യൂട്ടീസുകളിലേക്കൊക്കെ കിടന്നു കേട്ടോ. കാരണം വൈകുന്നേരമാണ് ഇപ്പോൾ ഞാൻ തോരടാനും ഇതിനൊക്കെ നിൽക്കൽ. രാവിലെ കുറച്ച് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ രാവിലത്തെ പിന്നെ ഉണങ്ങിയതാണ്, അത് കൊണ്ടുവച്ചു മടക്കി വെച്ചു. ഇനി കുറച്ച് വാഷിംഗ് മെഷീനിൽ അലക്കി വെച്ചതുണ്ട്, അതവിടെ കൊണ്ട് വിരിച്ചിടണം. സമയം ഇങ്ങനെ എന്താ പറയുക ഇതായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 5:30, 5:45 ഇന്ന് കുറച്ചൊരു മയക്കോളും ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഇരുട്ടായി ഇങ്ങനെ വരുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇത് ഒക്കെ ഒരു 5:45 ആയപ്പോഴാണ് ഞാൻ പിന്നെ വൈകുന്നേരത്തെ ഒരു ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4:45 ആ ഒരു ടൈമിലൊക്കെ തോന്നുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മടക്കി വെച്ചതിന് ശേഷം ഞാനൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താ വേണ്ടാന്നൊക്കെ വിചാരിച്ച്, ഇപ്പോൾ വിശപ്പൊന്നുമില്ല. കടല കഴിച്ചാൽ തന്നെ നമുക്ക് ഈ പീനട്ടൊക്കെ കഴിച്ചാൽ ഒരു വയറിങ്ങനെ വീർത്ത് ഗ്യാസ് പോലെ ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല കഴിക്കാനോ ഒന്നിനൊന്നും മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ മധുരം ഇട്ടിട്ടില്ല കേട്ടോ. മധുരം ഇടാത്ത ചായയാണ് ഞാനിപ്പോൾ കുടിക്കണത് കഴിയുന്നതും. അപ്പോൾ ഇന്ന് മധുരം ഇല്ലാത്ത ചായയും കൊണ്ടുതാ ഞാൻ പണികളൊക്കെ ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം ചായ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. വൈകുന്നേരം പിന്നെ ഇതുമ്മ കളിക്കാൻ പോയിട്ടുണ്ട്. അവൾ പിന്നെ പെരയിൽ നിൽക്കൂല, ജഗപ്പൊക്കെ ഓട്ടപ്പാച്ചിലാണ് അവൾ. പുറത്തൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം ചായ കുടിച്ച്. ഇതൊക്കെയാണ് എൻ്റെ വൈകുന്നേരത്തെ പരിപാടികൾ. നമ്മളധികം വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഞാൻ എന്തൊക്കെ ചെയ്യണത് കൂടി കാണണ്ടേ. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ഞാൻ ബാക്കത്തെ ആ ഒരു തോരിടുന്ന ഭാഗത്ത് മുറ്റമൊക്കെ അടിച്ച് വാരല് കേട്ടോ. മുൻഭാഗത്ത് ഞാൻ നമ്മൾ രാവിലെ മുൻഭാഗം അടിച്ച് വാരി തുടക്കുമ്പോൾ ആ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് തോണ്ടി ഇടും. കച്ചറയൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി ഇടും കേട്ടോ. അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കും. ഇവിടെ എന്താ വെച്ചാൽ അധികം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് വീടുകൾ ഈ ചുറ്റുപാട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് വീടുകളുള്ളതുകൊണ്ട് തന്നെ ഓരോ വീട്ടിലും ഓരോ വണ്ടി വീതമുണ്ട് കേട്ടോ, ബൈക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ബൈക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ വരവും പോക്കും അപ്പോൾ നമുക്ക് അത്ര സമാധാനത്തിൽ അവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആ വീടും റോഡും ഒരേ നേരെ രേഖയിലാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഇരുന്ന്
ഇതാ പിന്നെ അവിടുന്ന് പിന്നെ മക്കളൊക്കെ ഇട്ട് ഇരിക്കാൻ ഭയങ്കര മടി കേട്ടോ. ആ ഒരു ഉച്ച ടൈമിലൊക്കെ ആണെങ്കിൽ പിന്നെ ആരും ഉണ്ടാവില്ല. വൈകുന്നേരമൊക്കെ ആയാൽ അതിലൂടെ ഇങ്ങനെ വണ്ടി എടുത്ത് ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോൾ ഒരു മടിയാണ് അവിടെ ഇരിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാനൊരു 6:30 അല്ല 6:30 5:30 കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ഓർമ്മ 6 മണിയാകുമ്പോൾ നമുക്ക് ഫുഡ് അടി നിർത്തണ്ടേ. അപ്പോൾ ഞാൻ വേഗം ഒരു മുട്ട ജസ്റ്റ് ഒരു മുട്ട കേട്ടോ, ഒരു മുട്ട ഇങ്ങനെ ഉള്ളി ഇട്ടിട്ട് പൊരിച്ചെടുത്തു. പിന്നെ എന്താ പറയുക, ചുടുവെള്ളം, വേറെ ഒന്നും ഞാൻ ചായ നമ്മൾ നേരത്തെ കുടിച്ചതായതുകൊണ്ട് തന്നെ ഞാൻ ചുടുവെള്ളം മാത്രമേ കുടിച്ചത്. രാത്രി ഈ ഒരു 6 മണിക്ക് മുമ്പായിട്ട് തന്നെ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഇന്ന് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ഒരു ഫുഡാണെന്ന് കഴിച്ചത്. നമുക്ക് ഇനി നാളെ പോയിട്ട് നോക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എന്ന് നോക്കണുണ്ട്, കാരണം ഞങ്ങളെ ഗ്രൂപ്പിൽ ഇടാനുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉള്ള വെയിറ്റിൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.